ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒത്തൊരുമിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആഴ്ചയിൽ നാം 7ാമത്തെ പാഠമാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഈ പാഠം ഡിസ്കസ് ചെയ്യുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം 2 വിശിഷ്ട വ്യക്തികളുണ്ട്. ബ്രദർ അലൻ ലാസർ, അദ്ദേഹത്തെ പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ പാസ്റ്റർ അരുൺ SK, അദ്ദേഹത്തെയും ഈ ശാബോ സ്കൂൾ ഡിസ്കഷനിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ആഴ്ചയിൽ നാം പഠിക്കുന്നത് 7ാമത്തെ പാഠമാണ്, ദ ഫൗണ്ടേഷൻ ഓഫ് പ്രൊഫസി അഥവാ പ്രവചനത്തിൻ്റെ അടിസ്ഥാനം എന്നതാണ്. ഈ ആഴ്ചയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മനപ്പാഠവാക്യം യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 8ാമത്തെ വാക്യം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ഈ ഡിസ്കഷൻ്റെ മുന്നോടിയായി നമുക്ക് ഏവർക്കും പാസ്റ്റർ അരുണിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനും നിത്യന് നീതിമാനുമായി സ്വർഗത്തിൽ വസിക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല നിമിഷത്തെ അവിടുന്ന് നൽകിയിരിക്കുന്ന കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു നാഥ. ഞങ്ങൾ പാഠപഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ് കർത്താവേ. പാഠം പഠിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. അവിടുത്തെ സ്വർഗീയ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ വഹിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾക്കായി ജീവനെ നൽകി ഉയർത്തുന്നേറ്റിരിക്കുന്ന അരുമനാഥനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുമ്പോൾ അടിയൻ്റെ എളിയ യാചന അയക്കണമേ നല്ല ദൈവമേ. ആമേൻ. പാസ്റ്റർ അരുൺ, നാം മനപ്പാഠവാക്യത്തിൽ വായിച്ചതുപോലെ യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായം, അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കാമോ? അവിടെ പറയപ്പെടുന്നതെന്ന് പറയുന്നത്, യെശയ്യാവ് പറയുകയാണ്, ഞാൻ പാപിയായ ഒരു വ്യക്തിയാണ്, എനിക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം കഴിയുകയില്ല. എന്നാൽ ആ സമയത്ത് ദൈവം തൻ്റെ ദൂതനിലൂടെ പറയുന്നത്, കൊടിൽ കൊണ്ട് ഒരു കനലെടുത്ത് യെശയ്യാവിൻ്റെ നാവിൽ മേൽ തൊടുകയാണ്. അപ്പോൾ പാപം മാറിപ്പോവുകയാണ്. അതിനുശേഷം പറയുകയാണ്, നീ ഇനി പൊയ്ക്കൊള്ളുക എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് തീരുമാനിച്ചിരിക്കുകയും ഞാനൊരു പാപിയാണ്, എനിക്കൊന്നും ചെയ്യുവാൻ തക്കവണ്ണം കഴിയുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതികളെ ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ പാപം തടസ്സമാണ്. പക്ഷേ എന്നാൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങളെ എന്തു ചെയ്യും, നമ്മിൽ നിന്ന് മാറ്റുകയും നമുക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ കഴിയുകയും ചെയ്യും. തീർച്ചയായിട്ടും പാപം ശുശ്രൂഷയ്ക്ക് ഒരു തടസ്സമല്ല. നാം ദൈവത്തോട് കൺഫസ് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ തിരിച്ച് തൻ്റെ ശുശ്രൂഷയിൽ ചേർക്കുവാൻ മനസ്സുള്ളവനാണ്. നന്ദി പാസ്റ്റർ അരുൺ. നാം തുടർന്ന് പാഠം പഠിക്കുമ്പോൾ ഉൽപ്പത്തി 3-ാം അധ്യായത്തെക്കുറിച്ച് ലേഖൻ പരാമർശിച്ചിട്ടുണ്ട്. അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നത് ഇപ്രകാരമാണ്: എന്താണ് ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ കെരൂബുകൾക്ക് നൽകപ്പെട്ടിരുന്ന ജോലി? ഉൽപ്പത്തി 3-ാം അധ്യായത്തിലെ സംഭവവികാസങ്ങൾ എന്ന് പറയുമ്പോൾ, ആദാമും ഹവ്വയും പാപം ചെയ്തതിന് ശേഷം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അവർ തിരിച്ച് തോട്ടത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുവാൻ എന്താണ് ഈ 2 കെരൂബുകളെ അവിടെ ദൈവം എന്ത് ചെയ്തു, കാവൽ നിർത്തുകയാണ് അവിടെ ഉണ്ടായത്. സോ കെരൂബുകൾക്ക് അപ്പോൾ ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ജോലി എന്ന് പറയുന്നത് കാവൽ നിൽക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കെരൂബുകളുടെ നമുക്ക് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവമഹത്വത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒന്നാണ് കെരൂബുകൾ. നമ്മൾ പ്രവാചകന്മാരുടെ പല ദർശനങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, സദാസമയം ദൈവസിംഹാസനത്തിന് ചുറ്റും അല്ലെങ്കിൽ സ്വർഗത്തിലെ ഓരോ സ്ഥലത്തും എന്താണ് കെരൂബുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. സോ ദൈവമഹത്വത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവമഹത്വം ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്ന ഒരു ദൈവ സൃഷ്ടിയാണ് എന്താണ് കെരൂബുകൾ. നമുക്ക് വീണ്ടും നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, പുറപ്പാട് പുസ്തകത്തിൽ നോക്കുമ്പോൾ സമാഗമന കൂടാരത്തിനകത്തുള്ള നിയമപ്രകാരം അതിന് മുകളിൽ എന്താണ് 2 കെരൂബുകൾ ഉണ്ടാക്കുകയാണ്. കാരണം എന്താണ്, വിശുദ്ധിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ദൈവമഹത്വം അല്ലെങ്കിൽ വിശുദ്ധി എന്നുള്ള കാര്യങ്ങളെ സംരക്ഷിക്കുക, അതിനെ കാവൽ നിൽക്കുക എന്നതാണ് കെരൂബിൻ്റെ ജോലി എന്ന് പറയുന്നത്. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജോലി തന്നെയാണ്. കാരണം ഒരു പാപിയായ ഒരു മനുഷ്യന് പെട്ടെന്ന് ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് കയറി ചെല്ലുവാനായിട്ട് സാധിക്കുകയില്ല. അതിനുള്ള കാരണവും എന്താണെന്ന് നമുക്ക് തന്നെ അറിയാം. കാരണം
അത്രയും വിശുദ്ധിയില്ലാത്ത ഒരു മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, ജീവനോടെ അദ്ദേഹം തിരിച്ചു വരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സമാഗമന കൂടാര ശുശ്രൂഷയിൽ പാപപരിഹാര ദിവസത്തിൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന പുരോഹിതൻ്റെ ദേഹത്ത് ഒരു കയറ് കെട്ടുകയും അദ്ദേഹം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ മരിച്ചു വീഴുകയും ഈ മറ്റുള്ളവർക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഈ കയറ് കൊണ്ട് വലിച്ചെടുക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് ആ പ്രവൃത്തി അവരവിടെ ചെയ്യുന്നത്. സോ അപ്പോൾ അങ്ങനെ ഒരു തെറ്റായ പ്രവൃത്തി അവിടെ ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംരക്ഷിക്കാൻ, മറ്റുള്ളവരുടെ ജീവൻ്റെ സംരക്ഷണത്തിനും കൂടെയാണ് എന്താണ് കെരൂബുകളെ അവിടെ കാവൽ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിനൊരു സംരക്ഷണം വേണം, മനുഷ്യരുടെ ജീവിതത്തിനൊരു സംരക്ഷണം വേണം. സോ മൊത്തത്തിൽ കാവൽ നിൽക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് എന്താണ് കെരൂബുകളുടെ ഇപ്പോൾ കൊടുത്തിരുന്ന പ്രവൃത്തി. അതെ, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഊരി പിടിച്ച വാളുമായി ഏദൻ തോട്ടത്തിൽ കെരൂബുകളെ നിർത്തിയതിൻ്റെ കാര്യം ബ്രദർ അലൻ വളരെ മനോഹരമായി നമുക്ക് വിശദീകരിച്ചു. നന്ദി ബ്രദർ അലൻ. ഈ സമയം ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും നമ്മുടെ ഡിസ്കഷൻ തുടരാവുന്നതാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, തുടർന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നാം വീണ്ടും കണ്ടുമുട്ടുകയും അതുവരെയും ദൈവകൃപയിൽ ആയിരിക്കുക. ദൈവം നമ്മെ നടത്തുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വം. പ്രിയമുള്ള പ്രേക്ഷകരെ, വീണ്ടും സ്വാഗതം. നാം പാഠത്തിലേക്ക് തുടർന്ന് നോക്കുവാനായിട്ട് പോവുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബ്രദർ അലൻ, ഇവിടെ പാഠം നാം തുടർന്ന് പഠിക്കുമ്പോൾ യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായവും യെശയ്യാവ് പ്രവചനം 6-ാം അധ്യായവും നാം വായിക്കുന്നുണ്ട്. ഇവിടെ എന്ത് സമാനതകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? ഈ രണ്ട് വേദഭാഗങ്ങളിലും നമുക്ക് ഒരേപോലെ കാണാൻ സാധിക്കുന്നത് സ്വർഗവും സ്വർഗസിംഹാസനത്തിനും അതിന് ചുറ്റുമുള്ള കാര്യാദികൾ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കും. അതിൽ കൂടാതെ യെഹെസ്കേൽ പ്രവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ദൈവമായ യഹോവയുടെ ശക്തി എത്രത്തോളം മഹത്വവും ശക്തിയും അവിടെ വെളിവായിട്ടുണ്ടെന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിന് കൂടാതെ തന്നെ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കെരൂബുകൾ അല്ലെങ്കിൽ 4 ജീവികൾ, അവരെ പറ്റിയാണ്. ഈ രണ്ട് വേദഭാഗങ്ങളിലും ഒരേപോലെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരുപോലെ പറയുന്നത് ഈ 4 ജീവികളുടെ അല്ലെങ്കിൽ കെരൂബുകളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റിയാണ്. അവരുടെ എങ്ങനെയൊക്കെ ഉള്ളവരാണ്, അവരുടെ മുഖസാദൃശ്യം, അവരുടെ ചിറവുകൾ, കാലുകൾ, അങ്ങനത്തെ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ്, അതിനെപ്പറ്റിയാണ് കൂടുതലും അവിടെ പരാമർശിച്ചിട്ടുള്ളത്. 6 ചിറകുകളുള്ള കാര്യം, കണ്ണുകൾ, അതുപോലെ തന്നെ ഓരോരുത്തരുടെയും മുഖങ്ങൾ എങ്ങനെയുള്ളതാണ്. സിംഹത്തിൻ്റെ പോലുള്ള മുഖമുണ്ട്, കാളയെ പോലുള്ള മുഖമുണ്ട്, കഴുകനെ പോലുള്ള മുഖമുണ്ട്, മനുഷ്യനെ പോലുള്ള മുഖമുണ്ട്. അങ്ങനെ 4 തരത്തിലുള്ള മുഖങ്ങളുള്ള ജീവികൾ അവിടെ ഉണ്ട്. ഇവരുടെ എല്ലാം ഒരു സമാനകരമായ ഒരു അപ്പിയറൻസിനാണ് അവിടെ ഏറ്റവും കൂടുതൽ സൂചിപ്പിക്കുന്നത്. പിന്നെ ഒരു കാര്യം അവിടെ കാണിക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ മഹത്വം എത്രത്തോളം ഉണ്ടെന്നാണ്. ദൈവത്തിന് കഴിഞ്ഞ പാഠത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ദൈവസിംഹാസനത്തിന് ചുറ്റുമാണ് അവരുടെ സ്ഥാനം. അപ്പോൾ ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ മഹത്വവും അവരിൽ തന്നെയാണ് ആവാഹിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ കാണുന്നത് എന്താണ്? തീക്കനൽ പോലെ അല്ലെങ്കിൽ തീയുടെ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു കാഴ്ച അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്. സോ തീ എന്ന് പറയുന്നത് എന്താണ്? വെളിച്ചത്തെ സൂചിപ്പിക്കുന്നു. വെളിച്ചം ദൈവത്തിൻ്റെ പ്രസൻസ്. അപ്പോൾ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ധകാരം. അപ്പോൾ അന്ധകാരത്തെ നീക്കുവാനാണ് എന്താണ്? വെളിച്ചമുള്ളത്. അപ്പോൾ ഈ 4 ജീവികൾ അല്ലെങ്കിൽ കെരൂബുകൾ അവർ ഉള്ള സ്ഥലത്ത് എന്താണ്? വെളിച്ചമുണ്ടെങ്കിൽ എന്താണ്? പാപത്തിന് അവിടെ സ്ഥാനമില്ല. അപ്പോൾ ഇതെല്ലാം അവരുടെ അപ്പിയറൻസ്, അവരുടെ പ്രവർത്തികൾ എല്ലാത്തെയും ഇവിടെ സൂചിപ്പിക്കുന്നു. അതെല്ലാം സമാനമായ രീതിയിൽ നമുക്ക് ഈ 2 വേദഭാഗങ്ങളിലും കാണാൻ സാധിക്കും. നന്ദി ബ്രദർ അലൻ. ഫസ്റ്റ് അരുൺ, നാം തുടർന്ന് വരുമ്പോൾ സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിൽ നാം 4 ഗോത്രങ്ങളെക്കുറിച്ച് കേൾക്കുന്നു. ഏതൊക്കെയാണ് ആ 4 പ്രധാന ഗോത്രങ്ങൾ? എന്താണ് അവരുടെ പ്രത്യേകത? ഇവിടെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. സംഖ്യാപുസ്തകം 2-ാം അധ്യായം പഠിക്കുമ്പോൾ 4 ഗോത്രങ്ങളെ ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഒന്ന് യഹൂദ ഗോത്രം, രണ്ടാമത്തേത് രൂബൻ ഗോത്രം, മൂന്നാമത്തേത് എഫ്രൈം ഗോത്രം, നാലാമത്തേത് ദാൻ എന്നീ ഗോത്രങ്ങളെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും ദൈവം ഓരോ ജോലി ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ
എന്ത് ചെയ്യണം, ചെയ്യുവാൻ വേണ്ടിയാണ്, ദൈവത്തിൻ്റെതായ പദ്ധതികൾ ചെയ്യുവാൻ വേണ്ടിയാണ് ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഗോത്രങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ഇവർക്ക് ഓരോ കൊടി എന്ത് ചെയ്തിട്ടുണ്ട്, നൽകപ്പെട്ടിട്ടുണ്ട്. ഈ കൊടിയിലൂടെയാണ് ഇന്ന ഗോത്രം ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നതായ പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്, ദൈവം നൽകിയിരുന്നതായ ഓരോ കാര്യങ്ങളെയും അത് പറയുന്ന പ്രകാരം തന്നെ അവരവർ ചെയ്യണം. ഇല്ല എങ്കിൽ അതിൻ്റെതായ ശിക്ഷ എന്ത് ചെയ്യും, കിട്ടും. കാരണം അവർക്ക് ഓരോരുത്തർക്കും പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ മാത്രം അവർ ചെയ്താൽ മതി. കാരണം അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തുടർന്നുള്ള മറ്റു ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതിന് വിപരീതമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഫലം അവരുടെ ജീവിതങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. തീർച്ചയായിട്ടും അവർക്ക് നൽകപ്പെട്ടിരുന്ന വേല അത് തികയ്ക്കണം. അത് മാത്രമായിരുന്നു. അല്ലാതെ മറ്റ് അവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നുവെങ്കിൽ ശിക്ഷ. നന്ദി പാസ്റ്റർ അരുൺ. ഇവിടെ ലേഖകൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഈ ഇസ്രായേലിൻ്റെ പാളത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്, പക്ഷേ എന്നിരുന്നാലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അത് എപ്രകാരമാണ്? നമ്മൾ ഇസ്രായേലിൻ്റെ പാളയത്തിലല്ല താമസിക്കുന്നത് എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് നമ്മൾ ഓരോരുത്തരും ആത്മീയ ഇസ്രായേലരാണ്. അപ്പോൾ ആത്മീയ ഇസ്രായേലരായിരിക്കുമ്പോൾ ആ ഇസ്രായേൽ മക്കൾക്ക് നൽകിയിരുന്നത് എങ്ങനെയായിരുന്നോ അതേ നിയമങ്ങൾ തന്നെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്ന ആ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതായ കൽപ്പന തന്നെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആ കൽപ്പന നമ്മൾ പിന്തുടരേണ്ടതാണ്. ദൈവം എന്താണോ പറയുന്നത്, ദൈവം പറയുന്നത് പോലെ കേൾക്കണം. കാരണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരിക്കലും നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ല. അങ്ങനെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശിക്ഷകൾക്ക് വിധേയമായി തീരും. അപ്പോൾ നമ്മൾ ശിക്ഷകൾക്ക് വിധേയമായി തീരാതിരിക്കേണ്ടതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ദൈവം പറയുന്ന പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേലിയർ തെറ്റിപ്പോയില്ലേ എന്ന് പറഞ്ഞ് ചിലർ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് എങ്ങനെ വേണോ ജീവിക്കാം, നമുക്ക് കൽപ്പനയുടെ ആവശ്യമില്ല. ചിലർ പറയുന്നുണ്ട് ന്യായപ്രമാണം എല്ലാം എന്ത് ചെയ്തു, മാറിപ്പോയി, നമ്മളിനി തുടർന്ന് കൊണ്ടുപോകേണ്ടതായ ആവശ്യകത ഇല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുകൂടെ എല്ലാം മാറിപ്പോയി, അതുകൊണ്ട് നമ്മൾ ആ കൽപ്പന എന്ത് ചെയ്യേണ്ട, അനുസരിക്കേണ്ട എന്നാണ് പറയുന്നത്. എന്നാൽ വചനം പഠിക്കുമ്പോൾ പറയുന്നത്, ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണോ അത് നമ്മൾ അനുസരിച്ചില്ല എങ്കിൽ അതിൻ്റെതായ ഭവിഷ്യത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും ദൈവം പറയുന്നതനുസരിച്ച് നാം എവിടെ ജീവിച്ചാലും, അത് ഇസ്രായേലിൻ്റെ പാളയത്തിനകത്തായാലും പുറത്തായാലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും നന്ദി പാസ്റ്റർ അരുൺ. ഈ സമയം ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്കിനുള്ള സമയമാണ്. ബ്രേക്കിന് ശേഷം നാം വീണ്ടും ഒത്തുചേരും. ഇപ്രകാരം നമ്മുടെ പാഠപഠനം തുടരും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. പ്രിയ പ്രേക്ഷകരെ, തുടർന്ന് നാം ഈ 7-ാം പാഠത്തിലേക്ക് കടക്കുന്നു. തുടർന്നുള്ള ഭാഗം നാം പഠിക്കുവാനായിട്ട് പോവുകയാണ്. പാസ്റ്റർ അരുൺ, എന്താണ് ലൂസിഫർ എന്ന കെരൂബിനെ പാപത്തിലേക്ക് നയിച്ചത്? ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വേദഭാഗം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘ ഉന്നതങ്ങൾ മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ദൈവത്തേക്കാൾ മുകളിലിരിക്കണം, ദൈവത്തിന് മുകളിലിരിക്കണമെന്ന്, ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കണമെന്ന് ലൂസിഫർ ആഗ്രഹിച്ചു. അതിനുവേണ്ടി പദ്ധതി ഒരുക്കുകയും മറ്റുള്ള ദൂതന്മാരെയും കൂടെ ചേർക്കുകയും ചെയ്യുന്നതായി കാണുവാൻ കഴിയും. അങ്ങനെ ദൈവത്തിന് വിരുദ്ധമായിട്ട് മാറപ്പെട്ടതുകൊണ്ട് ദൈവം നൽകപ്പെട്ടിരുന്നതായ സ്ഥാനം ലൂസിഫർ ദുർവിനിയോഗം ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ലൂസിഫറിനെ ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞത്. കാരണം പാപം ആദ്യം ഉടലെടുക്കുന്നത് സ്വർഗത്തിലാണ്. ലൂസിഫറിലൂടെ ആണ്
പാപം ഉടലെടുക്കുന്നതെന്ന് കാണുവാൻ കഴിയും. അങ്ങനെ ഭൂമിയിലേക്ക് എന്ത് ചെയ്യുകയാണ് ദൈവം ലൂസിഫറിനെ തള്ളിയിടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ അധികാരമോഹമാണ് പിശാചിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നത്. ഇന്നത്തെ ഭൂമിയിലോ ഇന്നത്തെ കാലത്തോ അധികാരമോഹം അത് നല്ലതാണോ? ഒരിക്കലും നല്ലതല്ല. കാരണം വചനം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം പഠിക്കുമ്പോൾ ലൂസിഫറിൻ്റെ ആ വീഴ്ചയിൽ ഒരു ഭാഗം അവിടെയും കൂടെ പറയുന്നുണ്ട്, എങ്ങനെയാണ് വീണതെന്നും അത് യുദ്ധത്താൽ എന്ത് ചെയ്തു, തകർത്ത് ഈ ഭൂമിയിലേക്ക് എന്ത് ചെയ്യുകയാണ്, പിശാചിനെ എറിഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് പറയുകയാണ്, അല്പകാലമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പിശാച് ഇന്ന് ഊടാടി സഞ്ചരിച്ച് ജനങ്ങളെ എന്ത് ചെയ്യുകയാണ്, വശീകരിച്ച് ജനങ്ങളുടെ മേൽ അധികാരങ്ങൾ എന്ത് ചെയ്യുന്നു, ദുർവിനിയോഗം ചെയ്യുവാൻ തക്കവണ്ണം ഇടവരുത്തുകയാണ്. അതുകൊണ്ട് ഇന്നുള്ള പല ഭരണാധികാരികൾ പോലും പിശാചിൻ്റെ വക്താക്കളായി എന്ത് ചെയ്യുകയാണ്, മാറിക്കൊണ്ടേ ഇരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഒരിക്കലും അധികാരമോഹം പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാം ലൂസിഫറിൻ്റെ കഥയിലേക്ക് നോക്കുകയാണെങ്കിൽ സ്വന്തത്തോടുള്ള ഇഷ്ടമാണ് അത്രയും മനോഹരമായിരുന്ന ആ കെരൂബിനെ തകർച്ചയിലേക്ക് നയിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ബ്രദർ അലൻ, താഴ്മ അല്ലെങ്കിൽ സെൽഫ്ലെസ് ആയിട്ടൊരു ജീവിതം നയിക്കുക എന്നുള്ളത് എത്രത്തോളം ഒരു ക്രിസ്തീയ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാണ്? ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് താഴ്മ അല്ലെങ്കിൽ വിനയത്തോടെ ജീവിക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. കാരണം ഇപ്പോൾ ബ്രദർ അഭിഷേക് പറഞ്ഞതുപോലെ വളരെ മഹത്വമേറിയൊരു സൃഷ്ടിയായിരുന്നു ലൂസിഫർ. നമുക്ക് എസ്കേൽ പ്രവചനം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കും എന്തൊക്കെ തരത്തിലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ലൂസിഫറിനെ സൃഷ്ടിച്ചത്. അത് കഴിഞ്ഞിട്ട് ലൂസിഫറിൻ്റെ സൃഷ്ടിയുടെ ഉദ്ദേശം എന്നുള്ളത് തന്നെ എന്താണ്, ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സൃഷ്ടി എന്താണ്, ദൈവത്തിനെതിരെ പ്രവർത്തിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സൃഷ്ടിയെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിവുള്ള ഒരു ദൈവം, ആ ദൈവം എന്താണ്, മനുഷ്യരൂപമെടുത്ത് നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ ദൈവം നമുക്കിവിടെ ഭൂമിയിൽ കാണിച്ചു തന്നൊരു ജീവിത രീതിയുണ്ട്, മാതൃകയുണ്ട്. താഴ്മയുടെയും വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹനാനുഭൂതിയുടെയും ഒരു ജീവിത രീതിയാണ് എന്താണ്, നമ്മളെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കിയ മഹത്വവാനായ ദൈവം നമുക്ക് വേണ്ടി കാണിച്ചു തന്നത്. അപ്പോൾ ഇന്ന് മനുഷ്യർ പറയുന്നുണ്ടാവാം താഴ്മയുടെ സ്നേഹത്തോടെയും ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അതിനെല്ലാം ഒരു മറുപടിയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയോടെ ഇവിടെ ജീവിച്ച് കാണിച്ചിട്ടില്ല. കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ഭൂമിയിൽ ജീവിച്ച എന്താണ്, ഒരു മനുഷ്യരൂപത്തിൽ സാധാരണ ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു ഇവിടെ ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, കർത്താവ് നമ്മളെല്ലാം സൃഷ്ടാവിന് താഴ്മയുടെയും വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രൂപമെടുത്ത് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് മറ്റുള്ള മനുഷ്യർക്ക്, ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യർക്ക് എന്തുകൊണ്ട് ഇന്ന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കും തീർച്ചയായിട്ടും സാധിക്കും. നമ്മൾ ചെയ്യേണ്ടതൊന്നുമില്ല, കർത്താവിനെ പിന്തുടരുക, അദ്ദേഹത്തിൻ്റെ വചനത്തെ ശ്രദ്ധിക്കുക, അനുസരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യർക്കും തീർച്ചയായിട്ടും താഴ്മയുടെയും വിനയത്തിൻ്റെ ഒരു ജീവിതാവസ്ഥ ഉണ്ടാകും. ലൂസിഫറിൻ്റെ കഥ നമ്മുടെ ഏവരുടെയും മുമ്പിലൊരു മഹാദൃഷ്ടാന്തമാണ്. അതായത് സെൽഫ്ലെസ് ആയിരിക്കുക എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ ദൈവത്തെക്കാൾ തൻ്റെ സിംഹാസനം ഉയർത്തണമെന്നുള്ള തൻ്റെ അതിമോഹം മനോഹരമായിരുന്ന ലൂസിഫറിനെ സാത്താൻ എന്ന വിളിപ്പേരിലേക്ക് എത്തിച്ചത്. ഇന്ന് നാം അവൻ്റെ കഥ നോക്കുമ്പോൾ തിരിച്ചറിയുന്ന മഹാപാഠം എന്നുള്ളത് താഴ്മ, വിനയം ഇതുതന്നെയാണ്. അഹങ്കാരത്തിൽ നാം ജീവിക്കുമ്പോൾ അത് നമ്മളെ തകർക്കുമെന്ന് നാം ഇതിലൂടെ മനസ്സിലാക്കുന്നു. നന്ദി ബ്രദർ അലൻ, നന്ദി പാസ്റ്റർ അരുൺ. നിങ്ങളുടെ ഈ വാക്കുകൾക്കും നിങ്ങളുടെ ഈ നേതൃത്വത്തിനും നന്ദി. പ്രിയമുള്ള പ്രേക്ഷകരെ, ബൈബിളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നേരെ നയിക്കുവാൻ അനേകം ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കാണുന്നു. അവയിൽ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണ് സാത്താൻ്റെത്. ലൂസിഫർ എന്ന സാത്താൻ തൻ്റെ ജീവിതം തുലച്ച് പാപത്തിന് അധീനനായി ഇന്ന് സകല മനുഷ്യരെയും തന്നോടുകൂടെ തീയിൽ ക്ഷണിക്കുന്നു. ഇന്ന് നാം അതിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടതിന്
കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചും അവൻ്റെ വെളിപ്പാടുകളെക്കുറിച്ചുമുള്ള അറിവ് പ്രധാനമാണ്. ക്രിസ്തുവിൻ്റെ വെളിപ്പാടുകൾ പഠിച്ചും ഇനി നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചും നമുക്ക് സാത്താൻ്റെ ഈ മഹാവഞ്ചനയിൽ നിന്നും വരാനിരിക്കുന്ന മഹാ കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷപ്രാപിപ്പാൻ നമുക്കിതൊരുമിച്ച് പഠിക്കാം. വരുന്ന ആഴ്ചയിൽ നാം അടുത്ത പാഠവുമായി കാണും വരെയും കർത്താവിൻ്റെ കൃപയും ദയയും നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.